വെൽക്കം ടു MJS ലേണിംഗ് സ്പോട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് ആണ്. ഇപ്പം നമ്മൾ ഇതുവരെ കൂളംസ് ലോയിൽ പറഞ്ഞത് എന്താ, രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഒക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഇനി അതിന് പകരം നമുക്ക് കുറേ ചാർജസ് ഉണ്ട്. ഇവിടെ ഒരു ചാർജ് Q1, ഇവിടെ ഒരു Q2 ചാർജ്, ഇവിടെ ഒരു Q3, ഇവിടെ ഒരു Qn ചാർജ്, അങ്ങനെ കുറേ ചാർജസ് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തമ്മിൽ ഒരു ഫോഴ്സൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ Q2 Q1 തമ്മിലുണ്ടാവും, Q3 Q4 തമ്മിലും, Q1 Q2 തമ്മിലും, അങ്ങനെ എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സസ് ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ ഓരോ ചാർജസ് കുറേ ചാർജസ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഫോഴ്സസ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനാണ്. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു n ചാർജസ് ഉള്ള ഒരു സിസ്റ്റം, ഒരു n ചാർജസ് ഉള്ള സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ ഒരുപാട് ചാർജസ് ഉള്ള ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ട്. അതിനകത്ത് ഇൻഡിവിജ്വൽ ഫോഴ്സസ് ആർ അൺഎഫക്റ്റഡ് ബൈ ദി പ്രസൻസ് ഓഫ് അതർ ചാർജസ്. അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് F1 ഓൺ ചാർജ് Q1 due to all other charges is given by vector sum of each forces. ഇപ്പോൾ നമ്മളിവിടെ ഒരു Q1 എഴുതി, ഒരു Q2, ഒരു Q3 ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ Q2 Q1 തമ്മിൽ Q1ൻ്റെ മേലെ Q2 എക്സേർട്ട് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഈ Q3ൻ്റെ പ്രസൻസ് കാരണം എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു Q3, ഇവിടെ വേറൊരു Q4 ഒക്കെ ഉണ്ടെങ്കിലും Q2ഉം Q1ഉം തമ്മിലുള്ള ഫോഴ്സ് നമുക്ക് ജസ്റ്റ് കൂളംസ് ലോ F = 1/4πε0 Q1 Q2/r² എന്ന് വെച്ച് തന്നെ റെപ്രസെൻ്റ് ചെയ്യുക. അതിനൊരു ഡിഫറൻസും വരുന്നില്ല. അതേപോലെ Q1ൻ്റെ മേലെ Q3 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ബാക്കിയുള്ള ഫോഴ്സസ് തമ്മിൽ ഒരു എഫക്റ്റും വരുന്നില്ല. അപ്പോൾ അത് അൺചേഞ്ച്ഡ് ആയി തന്നെ കിടക്കുക. അപ്പോൾ Q1ഉം Q3യും തമ്മിലുള്ള ഫോഴ്സും നമുക്ക് എന്താണ്, കൂളംസ് ലോ വെച്ചിട്ട് K × Q1 Q3/r² എന്ന് എഴുതാം. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു n ചാർജസ് ഉള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സസും, ഇപ്പോൾ Q1 Q3 തമ്മിലുള്ളൊരു ഫോഴ്സ്, അല്ലെങ്കിൽ Q2 Q1 തമ്മിലുള്ളൊരു ഫോഴ്സ്, ആ ഫോഴ്സ് ബാക്കി ചാർജസ് അവിടെ പ്രസൻസ് ഉണ്ടെങ്കിലും അത് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും ചാർജസ് ഇവിടെ ഉണ്ടെങ്കിലും ഈ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൂളംസ് ലോ വെച്ച് ഡിഫൈൻ ചെയ്ത പോലെ തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫോഴ്സ് നോക്കുകയാണെങ്കിൽ അത് ഇതൊക്കെ പ്രസൻറ്റ് ഉണ്ട് എന്നുള്ളതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇതും ജസ്റ്റ് കൂളംസ് ലോ വെച്ചിട്ട് ഇത് മാത്രമുള്ളൊരു കണ്ടീഷനിൽ എന്താണോ ഫോഴ്സ് അത് തന്നെയായിരിക്കും. മറ്റ് ചാർജസ് അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ഫോഴ്സ് Q1ൻ്റെ മേലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോന്നും Q1ൻ്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വെക്റ്റർ സം ആയിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്കൊരു 3 ചാർജുള്ള ഒരു സിസ്റ്റം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ചിട്ട് അതിൻ്റെ ഫോഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് 3 ചാർജ് Q1 Q2 Q3 നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പോയിന്റ് ഒറിജിൻ O എന്ന് റെപ്രസെൻ്റ് ചെയ്ത്, ഇവിടെ ചാർജ് അല്ല, നമ്മൾ എല്ലാം റെഫർ ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് എടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ ക്വാഡ്രൻ്റ് വരച്ച പോലെ തന്നെ. ഈ പോയിന്റ് Oയിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസ് മാറിയിട്ട് നമുക്ക് R1 ഡിസ്റ്റൻസിൽ നമ്മളൊരു ചാർജ് Q1 വെച്ചു. അതേപോലെ ഇവിടെ നിന്നൊരു R2 ഡിസ്റ്റൻസിൽ ചാർജ് Q2, സെയിം വേ ഒരു R3 ഡിസ്റ്റൻസിൽ ചാർജ് Q3. ഇത് തമ്മിൽ ഇനി നമ്മൾ Q1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് നോക്കുന്നത് ഡ്യൂ ടു ഈ ഓരോ ചാർജസ്. ഈ ഒരു ചാർജ് എന്താണ്, R12 ഡയറക്ഷനിൽ, ഇവിടെ R13 direction.
ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ Q3 കൊണ്ട് Q1 ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഓഫ് ജോയിനിങ് വെച്ചിട്ടായിരിക്കില്ല. നമ്മൾ കൂളംസ് ലോയിൽ പറയുന്നുണ്ട് ഇതിന് ഈ ലൈൻ ഓഫ് ജോയിൻറ്റ് ആ ജോയിനിങ് ലൈനിലൂടെ ആയിരിക്കും ആ ഫോഴ്സ് ഉണ്ടാവും. അപ്പം ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് F ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 2. പിന്നെ Q2 കൊണ്ട് Q1 ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് F ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 2. ഇത് 3 ആണ്. F1 3 വരും. ഇങ്ങനെ രണ്ട് ഫോഴ്സ് ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് F1, അതായത് Qയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സിനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. F1 ഇതായിരിക്കും അതിൻ്റെ റിസൾട്ടൻറ്റ്. അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ F1 എന്ന് പറഞ്ഞാൽ F12 പ്ലസ് F13 എന്നായിരിക്കും. അത് ശരിക്കും ഡിഫൈൻ ചെയ്യുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വെക്റ്റർ അഡീഷൻ സബ്ട്രാക്ഷൻ സംഭവങ്ങൾ വെക്ടറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മാത്സ് ക്ലാസ്സിൽ പഠിക്കും. പക്ഷെ ഇപ്പം അത് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് എന്താണ് വെക്റ്റർ അഡീഷൻ, അതിൻ്റെ പാരലോഗ്രാം ലോ പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളൊരു പോയിന്റ് Pയിൽ രണ്ട് ഫോഴ്സസ് സൈമൾട്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടേക്കും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. F1 F2. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഫോഴ്സിനെ നമുക്ക് അതേപോലെ എടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ചൂടെ. ഈ രണ്ട് ഫോഴ്സ് മാത്രം ഇവിടെ ആക്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഫോഴ്സിനെ ഞാൻ നേരെ എടുത്തിട്ട് ഈ പോയിന്റിൽ വെച്ചു അതുപോലെ തന്നെ. അപ്പോൾ ആ ഈ ഫോഴ്സ് എങ്ങനെ വരും? F1 റെപ്രസെൻ്റ് ചെയ്തൂടെ. സെയിം വേ ഞാൻ ഈ ഒരു ഫോഴ്സിനെ നമുക്ക് ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഈ ഒരു ഫോഴ്സിനെ അതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഹെഡിലും വെച്ചു. അപ്പോൾ ഈ ഫോഴ്സ് എങ്ങനെ വരും? F2 ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തൂടെ. ഇപ്പം നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്, F2ഉം F1ഉം എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും എന്താ, കണ്ടിന്യൂസ് ലൈൻസ് ഓഫ് എ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ വന്നു, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് വന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ലൈൻ വരച്ചാൽ ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് ആയില്ലേ, നമ്മൾ നേരത്തെ ട്രയാങ്കിൾ ലോയിൽ പഠിച്ച പോലെ. അപ്പോൾ ഇതെന്താ F2 പ്ലസ് F1 അല്ലേ, ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ. ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിലും എന്താ, ഒരു കണ്ടിന്യൂസ് ലൈൻ വന്നു, സെയിം ഡയറക്ഷനിൽ വേറെ കണ്ടിന്യൂസ് ലൈൻ വന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു ലൈൻ വന്നു. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെ വെക്റ്റർ സം ആയിരിക്കില്ലേ ഈ തേർഡ് ലൈൻ. ഇപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം എടുക്കുകയെന്ന് വിചാരിച്ചു. ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിൽ ഈ രണ്ടെണ്ണം കണ്ടിന്യൂസ് ഡയറക്ഷനിലുള്ള ട്രയാങ്കിൾ ലൈനും തേർഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ട്രയാങ്കിൾ ലൈനും, ഈ രണ്ടെണ്ണത്തിൻ്റെ സം ആയിരിക്കില്ല ഇത്. സെയിം ഈ താഴത്തെ പോർഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇത് രണ്ടും കണ്ടിന്യൂസ് ലൈൻ, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറെ ലൈൻ വരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സം ആയിരിക്കും ഈ തേർഡ് ലൈൻ, ഈ ഒരു ട്രയാങ്കിളിൽ. പക്ഷേ ഇത് ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ എന്താ, ഇതിപ്പോൾ ഒരു പാരലോഗ്രം ആയി. ആ പാരലോഗ്രത്തിൻ്റെ ഡയഗണലാണ് ഈ ലൈൻ അല്ലേ. ഇപ്പോൾ ഈ രണ്ട് ഫോഴ്സുകളെ നമ്മൾ ഈ ഒരു ഫോഴ്സിന് അതേപോലെ ഇവിടെ കൊണ്ടുവച്ചു, അതായത് ഇതിൻ്റെ ടെയിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ഹെഡിൽ വെച്ച് അത് ആ സെയിം ഡയറക്ഷൻ അങ്ങ് വരച്ചു. അതേപോലെ ഈ ഒരു ഫോഴ്സിന് നമ്മൾ ഇതിൻ്റെ ടെയിലിൽ ഇതേപോലെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഒരു പാരലോഗ്രം കിട്ടി രണ്ട് ഫോഴ്സ് വെച്ചിട്ട്. ആ പാരലോഗ്രത്തിൻ്റെ ഡയഗണലായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ്. അപ്പോൾ പാരലോഗ്രം ലോ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു രണ്ട് ഫോഴ്സ് ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പാരലോഗ്രം പോലെ ആക്കി കഴിഞ്ഞാൽ ആ പാരലോഗ്രത്തിൻ്റെ ഡയഗണലായിരിക്കും ആ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ്. അതാണ് നമ്മളിവിടെ ചെയ്തത്. എന്താണ്, Q1 മേലെ Q2 കൊണ്ടുള്ളൊരു ഫോഴ്സ് ഇങ്ങനെയും Q1 മേലെ Q3 കൊണ്ടുള്ളൊരു ഫോഴ്സ് ഇങ്ങനെയും. അപ്പോൾ ഇത് നമ്മളൊരു പാരലോഗ്രം പോലെ വരച്ചു കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F1 ആയിരിക്കും. അപ്പോൾ പാരലോഗ്രം ലോ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, F1 ഈസ് ഈക്വൽ ടു F12 പ്ലസ് F13. അതായിരിക്കും Q1 മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു ഫോഴ്സ്
മറ്റ് ചാർജസിൻ്റെ പ്രസൻസ് കൊണ്ട് എഫക്റ്റ് ചെയ്യുന്നില്ല, ഈ ഒരു ഫോഴ്സും വേറെ ചാർജസിൻ്റെ പ്രസൻസ് കൊണ്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതി. ഇനി നമ്മൾ F1 എന്താണ്, ഇതിൻ്റെ രണ്ട് രീതി. ഇനിയിപ്പോൾ നമുക്ക് F12 എന്താണെന്ന് എഴുതാം. F12 ഫോഴ്സ് ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 2. ഇപ്പോൾ 1/4πε0 Q1 Q2 ബൈ F12 അല്ലേ, അപ്പോൾ R12 സ്ക്വയർ R12 ക്യാപ് നമ്മൾ വെക്റ്റർ നൊട്ടേഷനിൽ എഴുതി. F12 വെക്റ്റർ സെയിം വേ F13 വെക്റ്റർ 1/4πε0 Q1 Q3 ബൈ R13 സ്ക്വയർ R13 ക്യാപ്. Therefore total force acting on 1 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് ഏതൊക്കെയുള്ള 1/4πε0 ഉണ്ട് Q1ഉം ഇതിനകത്ത് കോമൺ ആണ്. അപ്പോൾ നമുക്ക് Q1/4πε0 Q2 by R12 square R12 cap plus Q3 by R13 square R13 cap എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതി. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് ചാർജസ്, ഒരു Q1 എന്നുള്ളൊരു ചാർജസിൻ്റെ മേലെ Q3 Q2 എന്ന് പറഞ്ഞ രണ്ട് ചാർജസ് ആക്ട് ചെയ്യുന്നൊരു കേസാണ്. പക്ഷെ ഒരു സിസ്റ്റം ഓഫ് n ചാർജസ് ആണെങ്കിലോ, ഇപ്പോൾ ഈ Q1ൻ്റെ മേലെ Q3 ആക്ട് ചെയ്യുന്നുണ്ട്, Q2 ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇപ്പം Q4 എന്ന് പറഞ്ഞൊരു ചാർജ്, Q5 എന്ന് പറഞ്ഞൊരു ചാർജ്, അതേപോലെ n നമ്പർ ഓഫ് ചാർജസ് Qn, അതായത് Q1 Q2 Q3 Q4 Qn നമ്പർ ഓഫ് ചാർജസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ചാർജസിൻ്റെ മേലെ ബാക്കിയുള്ള ചാർജസ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മളൊരു Q1 എന്നുള്ള കേസ് എടുക്കാം. അവിടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ സാധനം കൊണ്ടും ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ ഫോഴ്സിൻ്റെ സമ്മായിരിക്കില്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇപ്പം ഫിഗറൊന്നും വായിക്കുകയാണ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ഫോഴ്സ് F1 ആക്ടിങ് ഓൺ ചാർജ് Q1, നേരത്തെ വരച്ച ഫിഗർ മനസ്സിൽ വെക്കുക. അപ്പോൾ Q1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ട് അല്ലേ. അപ്പം F ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 2 പ്ലസ് F ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 3 പ്ലസ് F ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 4 എക്സെട്ര അപ് ടു F ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു ചാർജ് n നമ്പർ ഓഫ് ചാർജസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും വെക്ടർ സം ആയിരിക്കില്ലേ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ F12 എങ്ങനെ എഴുതാം? 1/4πε0 Q1 Q2 by R12 square R12 cap plus 1/4πε0 Q1 Q3 by R13 square R13 cap plus etc up to n അല്ലേ. അപ്പം Q1 Qn by 1/4πε0 Q1 Qn by R1n square R1n cap. ഇതിനകത്ത് നമ്മൾ കോമൺ ആയിട്ടുള്ള ടേംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Q1 കോമൺ ആണ്. അപ്പോൾ നമുക്ക് Q1 by 4πε0 into Q2 by R12 square R12 cap plus Q3 by R13 square R13 cap plus up to Qn by R1n square R1n cap. ശരിക്കും ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? സിസ്റ്റം ഓഫ് n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ പെർട്ടിക്കുലർ ചാർജ് ഡ്യൂ ടു ഓൾ അതർ ചാർജസ് ഈസ് ഈക്വൽ ടു വെക്ടർ സം ഓഫ് ഇത്.
നമുക്കിത് സമ്മേഷൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തുകൂടെ. അതായത് F1 എന്ന് പറഞ്ഞാൽ Q1 by 4 pi epsilon 0. സമ്മേഷൻ നമ്മൾ സിഗ്മ സിമ്പിൾ ഇട്ടിട്ടില്ല എഴുതാം. സിഗ്മ I is equal to 1 to I is equal to 2 to n. കാരണം Q2 Q3 Q4 അങ്ങനെയല്ലേ വരുന്നത്. I is equal to 2 to n. Q2 Q3 Q4 അപ്പോൾ അവിടെ I ഇടുക. അപ്പോൾ ഫസ്റ്റ് ടേം വരുമ്പോൾ Q2 ആയിരിക്കും, സെക്കൻഡ് ടേം വരുമ്പോൾ Q3 ആയിരിക്കും. QI by R 1 എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ R1 2 3 4 എന്ന് പറഞ്ഞാൽ മാറുന്ന അതും I അല്ലേ. RI സ്ക്വയർ R സെയിം വേ 1I ക്യാപ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് നമ്മൾ പ്രിൻസിപ്പൽ ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ചിട്ട് മൾട്ടിപ്പിൾ ചാർജസ് ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സ് Q1 by 4 pi epsilon 0 sum of all I is equal to 2 to n QI by R1I square R1I cap. ഈ സിഗ്മ സമ്മേഷൻ നൊട്ടേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ 2 മുതലാണ് അങ്ങോട്ട് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് I is equal to 2 എന്നിട്ടത്. കാരണം 1ൻ്റെ ടേംസ് എല്ലാം കോമൺ ആണ്. അപ്പം ഇത് വരുന്ന സമയത്ത് Q2 by R12 ക്യാപ്പ്. നെക്സ്റ്റ് ടേം വരുമ്പം Q3 by R13 വരും. നെക്സ്റ്റ് ഇപ്പോൾ I is equal to n വരുന്ന സമയത്ത് QN by R1n സ്ക്വയർ R1n ക്യാപ്പ്. ഈ സെയിം സാധനം തന്നെ ഇതേപോലെ വരും. അപ്പോൾ ഇതാണ് ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. ഒന്നുമില്ല, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണെന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ അത് അതിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് മൾട്ടിപ്പിൾ ചാർജസ് ഉള്ളൊരു കണ്ടീഷൻ തരും. ഇവിടെ ഒരു ചാർജ്, ഇവിടെ ഒരു ചാർജ്, ഇവിടെ ഒരു ചാർജ്. അപ്പോൾ അത് തമ്മിൽ ഉണ്ടാകുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സ്, ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഒന്നും നോക്കാനില്ല, നിങ്ങൾ ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പഠിച്ചു വെക്കുക. പിന്നെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R സ്ക്വയർ, അത് നിങ്ങൾ ബൈ ഹാർട്ട് ആയിരിക്കണം. അതിൻ്റെ വെക്ടർ സം ആയിട്ടേ വരുള്ളൂ. അപ്പോൾ ഓരോന്നിൻ്റെയും 1 by 4 pi epsilon 0 Q1 Q2 by R സ്ക്വയർ കണ്ടുപിടിക്കുക. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു സാധനം, ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. ഇതിനകത്ത് ഈ വെക്ടറിൻ്റെ കണ്ടീഷനൊക്കെ വന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഒരു നിങ്ങൾക്ക് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാനത് അപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്ത് തരാം. ഇനി ഇതിനകത്ത് തന്നെ പറഞ്ഞതിൽ ടോട്ടലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇതിൻ്റെ താഴെ അല്ലെങ്കിൽ ചാനലിലോ കമൻറ്റ് ചെയ്താൽ മതി. അതായത് ഇൻസ്റ്റാഗ്രാം പേജിലോ ചെയ്താൽ മതി. ഞാൻ ഡൗട്ട് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബൈ.